നമസ്കാരം. ഹരി വി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ആഹാരക്രമങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ മതപരമായിട്ടാണെങ്കിലും നമ്മളിലെ ചില ആൾക്കാരിൽ തെറ്റായിട്ടുള്ള കുറച്ച് ധാരണകൾ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ ഉള്ളതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ആഹാരക്രമങ്ങളെ കുറിച്ചും എങ്ങനെയാണ് നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങളിലൊക്കെ അനുശാസിച്ചിട്ടുള്ളത് എന്നൊന്ന് ഒരു ചെറുതായ രീതിയിൽ അതിലേക്കൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ. അപ്പം നമ്മൾ ബൈബിളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഹാരങ്ങളിലെ ചില ഇതൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചിലതൊക്കെ നിയന്ത്രണം നമുക്ക് ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ചില ഫുഡുകൾ കഴിക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ളൊരു അതെല്ലാം മതഗ്രന്ഥങ്ങളിലുമുണ്ട്. എന്നാൽ ഹിന്ദു മതത്തിലെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അതിൽ നമുക്ക് ആഹാരത്തെക്കുറിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു ഗ്രന്ഥത്തിലും പറഞ്ഞതായിട്ട് നമ്മുടെ അറിവില്ല. നമ്മളെല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചിട്ടും അതിലൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഗ്രന്ഥത്തിൽ അർജുനനെ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഭഗവത്ഗീതയിൽ മാത്രം അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആഹാരത്തെക്കുറിച്ച്. അപ്പം അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. അതിലെ ധ്യാനയോഗം എന്ന 6-ാം അധ്യായത്തിലേക്ക് ഇങ്ങനെ നമ്മൾ സംശയമായ രീതിയിൽ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസ്യ സ്വപ്നവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്നൊരു ശ്ലോകം ചൊല്ലി ഭഗവാൻ കൃഷ്ണൻ അർജുനന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ അത് എന്താണ് യുക്തം? ഉചിതമായത്. യുക്തം എന്ന് പറഞ്ഞാൽ ഉചിതമായത്, ഉചിതമായ ആഹാരം. അപ്പോൾ നമുക്കെല്ലാവർക്കും ആഹാരത്തിൽ നമ്മൾ എല്ലാം മിതമായിട്ടാണല്ലോ, ഉചിതമായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ് കഴിക്കുക. അല്ലാതെ ഒരാളും നമ്മളെ ആഹാരത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്കവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽ ഒരാളെയും ആഹാരത്തിൽ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മളൊരു ഗ്രന്ഥത്തിലുമില്ല. പിന്നെ ഉള്ളത് കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത് യുക്താഹാരം, ഉചിതമായിട്ടുള്ള ആഹാരം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസ്യ സ്വപ്നവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്നാ പറയാം. അപ്പോൾ യുക്തമായിട്ടുള്ളത് കഴിക്കുക. അത് നമ്മുടെ കർമ്മത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ ഉചിതമായതുള്ളത് കഴിക്കുക. കാരണം എല്ലാവർക്കും എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ല. കാരണം ചിലർക്ക് ചില ഫുഡുകൾ അലർജിയുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുകൊണ്ടാണ് യുക്തമായിട്ടുള്ളത് ചെയ്യാൻ പറയുന്നത്. അത് ഒരു വ്യക്തിയാണ്, അത് വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യമാണ്. യുക്തിപരമായിട്ട് അതിനെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് നമുക്ക് അലർജി ഉള്ളത് അത് ഓരോ വ്യക്തിക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പോൾ അത് വേണ്ടത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ ഭഗവാൻ ആഗ്രഹിക്കുന്നതും അതാണ് ഭഗവാൻ ഉപദേശിക്കുന്നതും. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളൊക്കെ, നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കരുത്. അത് അങ്ങനെ വന്നിട്ട് നമ്മൾ അത് കഴിച്ചാലും നമുക്ക് നമ്മുടെ ദിനചര്യങ്ങളെയൊക്കെ വലിയ ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക്, കാരണം അത് കഴിച്ച് ദുഃഖപ്പെടരുത്. നമ്മളൊരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ദുഃഖം വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കലാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് അസുഖങ്ങൾക്ക് അല്ല വയറ് കമ്പിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായം നമ്മുടെ വരികയും നമുക്ക് അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ അനുഭവമാണ് അങ്ങനെയുള്ള ഒരു അനുഭവം പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഓരോ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വിഷയമാണ്, അല്ലെങ്കിൽ ഇത് കഴിക്കുന്നവരെ അവിടെ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ആ കഴിക്കുന്നവരെ കയറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുകയോ ആ രീതിയിലേക്ക് നമ്മൾ പഠിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊന്നും അങ്ങനെ പറയുന്നതേ ഇല്ല. അപ്പോൾ അത്
എല്ലാ ഗ്രന്ഥങ്ങളിലും ഓരോന്ന് നിഷിക്തമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യന് അത് നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആഹാരത്തിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ദ്രിയങ്ങളെ പഠിക്കുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മളെ നാവിന് നമ്മൾ ടേസ്റ്റ് കിട്ടുന്നത് നാവിൽ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ വായിൽ വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയുടെ താഴെ മേളി വരെ ഉള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയൂ. തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതുവരെ നമുക്ക് സാമ്പാറായാലും മീനായാലും അല്ലെങ്കിൽ ബീഫായാലും എന്തായാലും നമ്മൾ കഴിച്ചാൽ അതിൻ്റെ മേളിൽ തൊണ്ടയിൽ ഉള്ളതിന് മുന്നേ ഉള്ള സമയത്തെ നമുക്ക് ഈ ടേസ്റ്റ് അറിയുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് അന്നനാളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കാർബോഹൈഡ്രേറ്റ്. അതിന് പിന്നെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് മിക്സായി. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടം വരെ നമുക്ക് ടേസ്റ്റ് അറിയുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുള്ള് കാർബോഹൈഡ്രേറ്റ്. അത് സാമ്പാർ കഴിച്ചാലും ബീഫ് കഴിച്ചാലും മീൻ കഴിച്ചാലും ഒക്കെ താഴോട്ട് ചെല്ലുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ അവിടെ ആ ഫങ്ഷൻ വേറെ രീതിയിലാണ്. അപ്പോൾ അവിടെ അത് ചെല്ലുമ്പം നമ്മുടെ ശരീരത്തിന് അത് പറ്റണം, അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതിൻ്റെ ആംബിയർ എത്രയാണ്, അല്ലാതെ നമുക്കതിനുള്ള ആംബിയർ ഉണ്ടോ എന്നൊക്കെ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫുഡുകൾ കഴിക്കുക. അത് മാത്രമാണ് ഈ ഒരു നമ്മുടെ ഈ ആഹാരക്രമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ദൈവികമായിട്ടും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം മാത്രമേ നമ്മുടെ അന്നദാനത്തിന് ഉപയോഗിക്കാനുള്ളൂ. ആ അന്നദാനത്തിൽ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ മൊത്തം ഓജസ് നമുക്ക് നേടി കിട്ടുന്നത്. അങ്ങനെയാണ്. അതാണ് നമ്മൾ ആ ചോറൂണിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഒരു ക്രമം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പൊതുവേ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ദൈവം നമുക്കെല്ലാം ചെയ്യും, അല്ലെങ്കിൽ എല്ലാം ചെയ്തു തരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കും. അപ്പം അതിനെക്കുറിച്ചിട്ടും ഭഗവാൻ പറയുന്നത് ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജാതി പ്രഭവ ന കർമ്മഫല സംയോഗം സ്വഭാവ വസ്തു പ്രവർത്തനം. നമ്മൾ ആരും ദൈവം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. ന കർത്തൃത്വം ന കർമാണി. നമ്മുടെ കർത്തവ്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോന്ന് ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് അവിടെ നമുക്കതിൻ്റെ ഇതായിട്ട് കിട്ടുന്നത്. ആ ലോകത്തിന് പ്രകാശിക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ടാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ തന്നെ ആ കൃഷി ചെയ്യാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാക്കുകയും അത് അങ്ങനെ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവെടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ നമ്മൾ കർത്തവ്യം ചെയ്യാതിരുന്നാൽ അവിടെ അത് പ്രകാശിക്കത്തില്ല. അപ്പം അവിടെയാണ് അതും പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന സ്വഭാവ വസ്തു പ്രവർത്തനം. നമ്മുടെ സ്വഭാവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വഭാവം എന്താണ്? നമുക്കിപ്പോൾ ഒരാളോടൊരു പകയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ രീതിയിലുള്ള മനസ്സും കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ആളാകുമ്പോൾ നമുക്കത് വളരെ ഉയർന്ന നിലയിലേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമുക്കത് ചിന്തിച്ചിരിക്കാൻ അതേ രീതിയിൽ ചിന്തിക്കുമ്പോഴേ നമ്മൾ ഏത് സ്വഭാവത്തിലാണോ ചിന്തിക്കുന്നത് ആ സ്വഭാവത്തിലായിരിക്കും നമ്മുടെ ജീവിതം കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിനും സന്തോഷത്തിനും ഒരു തടസ്സം വരുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ സങ്കല്പത്തിൽ പോലും, കാരണം നമ്മൾ പ്രവർത്തിക്കാതെ ദൈവത്തിന് അവിടെ നമ്മളെ യൂസ് ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ ദൈവം വന്നിരിക്കണം എന്നാണ് പറയുക. നമ്മുടെ ഉള്ളിൽ വന്ന് ദൈവം ഇരിക്കുമ്പോൾ ഒരിക്കലും ദൈവം വന്നിരുന്നാൽ നമുക്ക് നമ്മുടെ ജഡീകത അല്ല മറ്റുള്ള രീതിയിലുള്ള ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരില്ല എന്നാണ് പറയുക. കാരണം ഒരു ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ചിരിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തലത്തിലേക്കാണ് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ആധ്യാത്മിക തലങ്ങളിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മളെയെല്ലാം മാനസികമായിട്ട് ഉയർത്തിയെടുക്കുക. കാരണം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ തലമാണ് നമ്മളെ ഓരോ ജാതി മതങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മളിപ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. കാരണം അവിടെ നമുക്ക് അറിയാൻ മേല. നമുക്ക് ബോധം വരുമ്പോഴാണ് നമ്മൾ ഇന്ന ജാതിക്കാരനാണെന്നും നമ്മൾ ഇന്ന മതക്കാരനാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. നമുക്ക് ബോധം വരുമ്പോഴാണ്. അപ്പോൾ ആ ബോധത്തെ ഇല്ലായ്മ ആകുന്ന സമയത്ത് നമ്മളൊന്നുമല്ല. ആ ഒരു തലമാണ് ഭഗവാൻ ഈ ഒരു ഇതിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. കാരണം നമുക്ക് ഉള്ളിലുള്ള ആ ബോധത്തെ, അല്ലെ നമ്മുടെ ആ ബോധം എന്താണോ ആ ബോധത്തെയാണ് നമുക്ക് ഇവിടെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ബോധം ഉണ്ടാകുമ്പോഴേ
നമ്മൾ ഏത് വിശ്വാസത്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ആളാണ് നമ്മൾ. അപ്പം നമ്മളിപ്പം ഹിന്ദുമത വിശ്വാസങ്ങളാണ് അനുകരിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവൻ ഹിന്ദു. മറിച്ച് ക്രിസ്ത്യനാണെന്നുണ്ടെങ്കിൽ ആ ക്രിസ്തീയ ആചാരം അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി. ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളെയും കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു മനസ്സാണ്. മറിച്ച് നമ്മുടെ മനസ്സ് മാത്രമാണ്. നമ്മൾ അല്ലാതെ മനസ്സിനെ മാറ്റി നിർത്തിയാൽ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. കാരണം ആ ഫംഗ്ഷനെല്ലാം നടക്കുന്നതെല്ലാം ഒന്നുപോലെയാണ്. നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നമ്മുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു അതാണ് നമ്മൾ ചിന്തയാണ്. അതാണ് അവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അവിടെ ദുഃഖമില്ലാതെ പോകുന്നൊരു ചിന്ത നമുക്കുണ്ടാകണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ആഹാരക്രമങ്ങളെല്ലാം നല്ല ഓർഡറായിരിക്കണം. നമുക്ക് ഉചിതമായിട്ടുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായിട്ടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഉചിതമായിട്ടുള്ളതിനെ മാത്രം നമ്മൾ കഴിച്ചാൽ നമുക്ക് ഈ പറയുന്ന യോഗോ ഭവതി ദുഃഖ, അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു യോഗം നമുക്ക്, ദുഃഖത്തിൻ്റെ ഒരു യോഗം നമുക്ക് ഉണ്ടാവില്ല. ആ ദുഃഖം ഒഴിവാകും. അപ്പോൾ അങ്ങനെ ആ ദുഃഖത്തെ ഒഴിവാക്കി മുന്നോട്ട്, ഇപ്പം നമുക്കൊരു ശരീരത്തിനൊരു അസ്വസ്ഥത ഉണ്ടായാലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് തടസ്സപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഉചിതമായിട്ടുള്ള ആഹാരക്രമങ്ങൾ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷമുണ്ടാകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളെല്ലാം അതിജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും നമ്മളിൽ വന്ന് പെടാതിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. സന്തോഷമില്ലാത്ത ഒരവസ്ഥയിൽ ഭഗവാന് നമ്മുടെ ഉള്ളിലിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിലിരിക്കണമെങ്കിൽ നമ്മളിൽ സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷത്തെ എങ്ങനെ നമുക്ക് ഉണർത്തിക്കൊണ്ട് വരാൻ പറ്റും? നമ്മുടെ കഴിക്കുന്ന ആഹാരങ്ങളെ നമുക്ക് ബോധിക്കുന്ന രീതിയിൽ നമുക്ക് ഉചിതമായിട്ടുള്ളത് കഴിക്കുകയും അതുകൊണ്ട് നമുക്കൊരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് കഴിച്ചത് കൊണ്ട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അത് ഇന്ദ്രിയങ്ങളെല്ലാം ബാധിക്കുകയും നമ്മുടെ ശരീരത്തെ മൊത്തം നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കുകയും അവിടെ നിന്ന് നമുക്ക് ഒരു നരകതുല്യമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആഹാരങ്ങളെ നമ്മൾ കൃത്യമായ രീതിയിലും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് വളരെ സന്തോഷമാക്കി തീർക്കുവാൻ ഈ രണ്ട് ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ട് അധ്യായങ്ങളായിട്ട്, ഈ രണ്ട് അധ്യായത്തിൽ ഒരധ്യായത്തിൽ നമ്മളെ ഭഗവാൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതിൽ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചിക്കനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരികയാണ്. കാരണം എന്ത് കഴിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന ഒരു ആധ്യാത്മിക തലമുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. അതിനെ ഇന്നത് കഴിക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ ഒരു ഗ്രന്ഥത്തിലും നമ്മളെവിടെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് ഭഗവത്ഗീതയിൽ ഇതാണ്. ഇതിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു കാര്യങ്ങൾ ഒരു സബ്ജക്റ്റ് പറയുന്നുള്ളൂ. ആ സബ്ജക്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അല്ലാതെ ഇന്നത് കഴിക്കാൻ പറ്റില്ല, ഇന്നത് കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു നിയമവും ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. നമ്മളതെല്ലാം റിസർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. തുടർന്ന് എങ്ങനെയും കിട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്കതൊരു അറിവായി മാറും. കാരണം ഈ അറിവെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നതായതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അതൊരു പുതിയ അറിവായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ എനിക്കും കൂടി അറിയിച്ചു തന്നാൽ അത് വലിയ ഉപകാരമാകും. അതെനിക്കൊരു അറിവായി മാറും, അതെൻ്റെ അറിവായി മാറും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.